ഛത്തീസ്ഗഡിന് പിന്നാലെ ഒഡീഷയിലും കന്യാസ്ത്രീകൾക്കും മലയാളി വൈദികർക്കും നേരെ ബജ്രംഗ് ദൾ ആക്രമണം. ജലേശ്വർ ഇടവകയ്ക്ക് കീഴിലുള്ള 2 കത്തോലിക്ക വൈദികരെയും 2 കന്യാസ്ത്രീകളെയും ഉപദേശിയെയുമാണ് 70ഓളം വരുന്ന ബജ്രംഗ് ദളുകാർ ആക്രമിച്ചത്. ആക്രമണത്തെ CBCI അപലപിച്ചു. ഒഡീഷയിലെ ഗംഗാധർ ഗ്രാമത്തിലാണ് 2 മലയാളികളായ വൈദികരെയും കന്യാസ്ത്രീകളെയും മതപരിവർത്തനം ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയായിരുന്ന ഇവരെ ഇടുങ്ങിയ വനപ്രദേശത്തുള്ള റോഡിൽ പതിയിരുന്ന് 70ലധികം വരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. ജലേശ്വർ ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പേലിനും ബാലസോർ രൂപതയിലെ ജോഡ ഇടവകയിലെ ഫാദർ വി ജോജോയ്ക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. ആദ്യം ബൈക്കിൽ പോകുകയായിരുന്ന പാസ്റ്ററെ തള്ളിയിട്ട ശേഷം മർദ്ദിച്ച് അവശനാക്കി. ബൈക്കിൻ്റെ ഇന്ധനം ഊറ്റിയെടുത്ത ശേഷം ദൂരേക്ക് എറിഞ്ഞു. പിന്നാലെ വന്ന വൈദികരും കന്യാസ്ത്രീയുമുണ്ടായിരുന്ന വാഹനവും തടഞ്ഞു നിർത്തി ഫോണുകൾ പിടിച്ചു വാങ്ങിയ ശേഷം മർദ്ദിക്കുകയായിരുന്നു. ഒഡീഷയിൽ BJP ഭരണമാണെന്നും ആരെയും ക്രൈസ്തവരാക്കില്ലെന്നും ആക്രോശിച്ചായിരുന്നു ആക്രമണം. ആസൂത്രിതമായ മർദ്ദനമാണ് ഉണ്ടായതെന്ന് വൈദികർ പറയുന്നു. സംഭവം ഉണ്ടായി 45 മിനിറ്റിന് ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയത്. പോലീസ് എത്തിയ ശേഷവും ബജ്രംഗ് ദൾ പ്രവർത്തകർ മർദ്ദനം തുടർന്നു. ഫോണുകൾ തിരിച്ചു നൽകാൻ തയ്യാറായില്ലെന്നും വൈദികർ പറയുന്നു. ആക്രമണത്തെ CBCI അപലപിച്ചു. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ അതിക്രമം തുടർക്കഥയാകുകയാണെന്ന് CBCI വക്താവ് ഫാദർ റോബിൻസൺ റോഡ്രിഗസ് ആരോപിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.